ഹലോ ഗൈസ്, വെൽക്കം ടു ആദീസ് വ്ളോഗ്സ്. അപ്പോൾ നമ്മളിന്ന് ക്രിസ്മസ് ഡേ വ്ളോഗാണ് കേട്ടോ കാണാൻ പോകുന്നത്. ഒരു ഇച്ചിരി വൈകി ക്രിസ്മസ് ഡേ വ്ളോഗ് വരാൻ, എന്നാലും സാരമില്ലല്ലേ. അപ്പോൾ രാത്രി 12 മണി തൊട്ട് തന്നെ നമ്മൾ ക്രിസ്മസ് സെലിബ്രേഷൻ അങ്ങ് തുടങ്ങി. കേക്ക് കട്ട് ചെയ്തു, വൈൻ കഴിച്ചു. ആദ്യക്കൂട്ടൻ ആ ടൈമിൽ നല്ല ഉറക്കമായിരുന്നു, അതുകൊണ്ട് വിളിച്ചില്ല. എന്നിട്ട് ഞങ്ങളും പോയി കിടന്നുറങ്ങി. രാവിലെ എണീറ്റപ്പോൾ ബ്രെഡും ബീഫ് സ്റ്റൂ കറിയായിരുന്നു അന്ന് മോർണിംഗ്. ക്രിസ്മസ് ഒക്കെ അല്ലേ. അത് കഴിഞ്ഞ് ഞങ്ങളതൊക്കെ കഴിച്ചിട്ട് നേരെ പണിപ്പുരയിലേക്ക് കടന്നു. ഇന്ന് ബിരിയാണി ഉണ്ടാക്കാമെന്നായിരുന്നു പ്ലാൻ കേട്ടോ. അപ്പം ബിരിയാണി മിക്സൊക്കെ വാങ്ങിയിട്ടാണ് ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കിയത്. അതോടൊപ്പം ആദ്യക്കുട്ടൻ്റെ കുറുക്കും കാച്ചുന്നുണ്ടായിരുന്നു. രാവിലെ അവന് കുറുക്ക് കൊടുക്കണമല്ലോ. ഞാനിപ്പുറത്തെ കുറുക്ക് റെഡിയാക്കുമ്പോഴത്തേനും സോബിനോട് ബിരിയാണിക്ക് വേണ്ട എല്ലാ സാധനങ്ങളും എനിക്ക് റെഡിയാക്കി തരുന്നുണ്ടായിരുന്നു കേട്ടോ. അരിഞ്ഞൊക്കെ തരുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ ആട്ടോ അന്ന് ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ ഇങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ട് നടന്ന പണി നടക്കത്തില്ലെന്ന് മനസ്സിലാക്കി ഞാൻ വീഡിയോ ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് ഓഫ് ചെയ്ത് വെച്ചു. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് ബിരിയാണി ആയതിന് ശേഷം കേട്ടോ. അങ്ങനെ ഞാൻ വീഡിയോ ഒക്കെ ഓഫ് ചെയ്ത് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് പോയി. അങ്ങനെ നമ്മുടെ ബിരിയാണിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇങ്ങനെ ദം ചെയ്തതിന് ശേഷം സോബി ബിരിയാണി ദം ചെയ്തത് തുറന്ന് നോക്കാൻ പോവാം കേട്ടോ. എനിക്കിങ്ങനെ ബിരിയാണി ദം ചെയ്തതിന് ശേഷം അതിൻ്റെ അടപ്പ് ഇങ്ങനെ തുറന്ന് ഫസ്റ്റ് ടൈം ഇങ്ങനെ കാണത്തില്ലേ, അത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഞാനതൊക്കെ നോക്കിക്കൊണ്ട് നിന്നു. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ബിരിയാണി. ചിക്കൻ ബിരിയാണി കേട്ടോ നമ്മളന്ന് വെച്ചത്. അങ്ങനെ ബിരിയാണി മാത്രമല്ല, ബിരിയാണിയുടെ ഒപ്പം സാലഡും പപ്പടവും അച്ചാറും മുട്ട പുഴുങ്ങിയതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ച ക്ഷീണത്തിൽ ഞാൻ വന്ന് കട്ടിലിൽ കിടന്നു. അപ്പോൾ ആദ്യക്കുട്ടൻ സമ്മതിക്കുന്നില്ല കേട്ടോ. ആദ്യക്കുട്ടനായിട്ട് കളിക്കണം. ആദ്യക്കുട്ടൻ എങ്ങനെയെങ്കിലും എൻ്റെ വായുടെ ഉള്ളിൽ കൈയിടണം. ഞാനാണെങ്കിൽ വാ തുറന്നു കൊടുക്കില്ല, വാ അടച്ചു വെച്ചിരിക്കുക കേട്ടോ. ഞാൻ തുറന്ന് അപ്പം ഉള്ളിൽ വിരലിട്ട് നോക്കും. കുറച്ച് നേരം കളിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അളങ്ങ് ഉറങ്ങിപ്പോയി കേട്ടോ. അങ്ങനെ ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ് വന്നപ്പോൾ ഞാൻ ഇച്ചിരി ഏത്തക്ക പുഴുങ്ങിയതും വെള്ളമൊക്കെ അവന് കഴിക്കാൻ കൊടുത്തു. അതിനുശേഷം ഞങ്ങൾ പുറത്തോട്ട് പോകാനുള്ള പ്ലാനായിരുന്നു. അങ്ങനെ ആദ്യക്കുട്ടനെ കുളിപ്പിച്ച് റെഡിയാക്കി ഉടുപ്പൊക്കെ ഇട്ട് കൊടുത്തു. ഇതായിരുന്നു ക്രിസ്മസിൻ്റെ ആദ്യക്കുട്ടൻ്റെ ഉടുപ്പ്. ആദ്യം ഇട്ടപ്പോൾ അത്ര ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ അളങ്ങ് ഓക്കെ ആയിട്ടോ. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ക്രിസ്മസ് ഡ്രസ്സ്. അതിനുശേഷം ഞങ്ങൾ റെഡിയായി പുറത്തോട്ട് പോകാൻ ഇറങ്ങി. അങ്ങനെ ഇന്ന സ്ഥലമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ അങ്ങ് എല്ലാം കണ്ട് ചുറ്റിക്കറങ്ങി വീട്ടിൽ വരാം എന്നായിരുന്നു ആദ്യത്തെ പ്ലാൻ. അങ്ങനെ ഞങ്ങൾ ആദ്യം തന്നെ പോയത് ബീച്ചിലോട്ടായിരുന്നു കേട്ടോ. പക്ഷേ ബീച്ചിൽ ഇറങ്ങാനായിട്ട് പ്ലാൻ ഇല്ലായിരുന്നു, കാര്യം നല്ല തിരക്കായിരുന്നു ബീച്ചിൽ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ആദ്യം തന്നെ വേറെ സ്ഥലങ്ങളിലൊക്കെ പോയി തിരിച്ച് വന്നതിന് ശേഷം ലാസ്റ്റ് ബീച്ചിലൊന്ന് കയറിയിട്ട് തിരിച്ച് വീട്ടിൽ പോകാമെന്നായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബീച്ചിൽ ഇറങ്ങാൻ നേരെ തങ്കശ്ശേരിയിലോട്ട് പോയി. അവിടെയും ക്രിസ്മസ് ആയതുകൊണ്ട് അത്യാവശ്യം ഡെക്കറേഷൻസ് ഒക്കെ കാണും. അപ്പോൾ അതൊക്കെ ആദ്യക്കുട്ടനെ കാണിക്കാമല്ലോ എന്ന് കരുതി അങ്ങനെ പോകുന്ന വഴി ഞങ്ങൾ നോക്കിയപ്പോൾ പള്ളിയിലെ പ്രദക്ഷിണം പോകുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം 26-ാം തീയതി തോപ്പിപ്പള്ളിയിലെ പെരുന്നാളായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രദക്ഷിണമായിരുന്നു അന്നേ ദിവസം അതുവഴി പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ പ്രദക്ഷിണമൊക്കെ കണ്ടു. പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ പാണ്ടാക്കുട്ടനെയും കൂടെ എടുത്തിട്ടാണ് ഇറങ്ങിയത്. ഈ കാണുന്നതാണ് ഞങ്ങളുടെ പാണ്ടാക്കുട്ടൻ. പാണ്ട, അതായത് എത്ര അടി കൊടുത്താലും ഇങ്ങനെ ഒരു സങ്കടവും പറയാതെ പിന്നെയും നമുക്ക് ലൈറ്റ് കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്ന പാണ്ടാക്കുട്ടൻ. ലൈറ്റൊക്കെ മാറി മാറി കത്തുന്നതല്ലേ. അപ്പോൾ ആദ്യക്കുട്ടിന് ഇത് കാണാൻ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ എന്ന് കരുതി ഞങ്ങളെടുത്ത് വണ്ടി വെച്ചതാണ്. പിന്നെ സോബിനും ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഇടയ്ക്കിടയ്ക്ക് വണ്ടി ഓടിക്കുന്ന ഇടയ്ക്ക് തട്ടി ഇങ്ങനെ ലൈറ്റ് മാറ്റി കത്തിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഞങ്ങൾ തങ്കശ്ശേരി എത്തി. അപ്പോൾ അവിടെ ഓരോ ടീമിൻ്റെ ഡെക്കറേഷൻസും ഒരു ഇച്ചിരി ഡിസ്റ്റൻസ് വിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓരോ ഡെക്കറേഷൻസിൻ്റെ അടുത്തെത്തുമ്പോൾ ഇച്ചിരി വണ്ടി സ്ലോ ചെയ്ത് നോക്കി പോയി കേട്ടോ. അങ്ങനെ ഇറങ്ങാനായിട്ട് തോന്നിയില്ല, അതുകൊണ്ട് നോക്കിപ്പോയി. ഈ ഡെക്കറേഷൻസൊക്കെ ഓരോ ടീം ചെയ്യുന്ന കേട്ടോ. അതായത് കുറച്ച് ബോയ്സ് അടങ്ങുന്ന ഒരു ടീം കാണും. അങ്ങനെ ഓരോ ടീമും ഓരോ സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കേട്ടോ കാണുന്നത്. എല്ലാവരും നല്ല മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്കൊക്കെ ഓരോ പേരും ഉണ്ട് കേട്ടോ. എനിക്കറിയത്തില്ല ഓരോ ടീമിൻ്റെയും പേരെന്തൊക്കെയാണ്. പക്ഷേ ഒരു ഡെക്കറേഷൻസ് അടിപൊളിയായിരുന്നു കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. അത് കണ്ടിട്ട് ഇറങ്ങാതിരിക്കാൻ തോന്നിയില്ല. അങ്ങനെ ഞാനും സോബിയും വണ്ടി നിർത്തി അതിൻ്റെ ഫ്രണ്ടിൽ മാത്രമാണ് ഇറങ്ങിയത്. അത് ഇതാണ് കേട്ടോ. ഇവിടെ മാത്രം ഇറങ്ങാൻ തോന്നിയത് വേറൊന്നും കൊണ്ടല്ല, ഇവിടുത്തെ പുൽക്കൂട് അത്യാവശ്യം വലുതായിരുന്നു കേട്ടോ. മറ്റ് സ്ഥലങ്ങളിലെ പുൽക്കൂട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇവിടുത്തെ വലിയ പുൽക്കൂടായിരുന്നു. അതേപോലെ അതിൻ്റെ അകത്തുണ്ടായിരുന്ന രൂപങ്ങളൊക്കെ വലുതായിരുന്നു. എനിക്ക് ഒരുപാട് വലിയ രൂപങ്ങൾ കാണുമ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ ഭയങ്കര ചെറിയ രൂപങ്ങളില്ലേ, നമുക്ക് ഭയങ്കര മിനിയേച്ചർ ടൈപ്പായിട്ടുള്ള ചെറിയ രൂപങ്ങൾ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അവിടെ ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അവിടെ ഒരു ആടുന്ന സാന്റാക്ലോസ് ഉണ്ടായിരുന്നു. സാന്റാക്ലോസിൻ്റെ കൈ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുന്നുണ്ടായിരുന്നു ആദ്യക്കൂട്ട്. എനിക്കറിയത്തില്ല അത് യഥാർത്ഥ ആളാണെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അയാളുടെ മുഖത്തൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു 3-4 ഫോട്ടോയും കൂടെ എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോയി. അപ്പോൾ ആദ്യക്കൂട്ടൻ അവിടെ നിർത്തിയൊരു ഫോട്ടോ എടുത്തിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ഈ ഫോട്ടോ. പിന്നെ എപ്പോഴും ഞാനല്ലേ ഷൂട്ട് ചെയ്യുന്നത്, എൻ്റെ ഒരു ഫോട്ടോ എടുത്തതാന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോയി. പിന്നെയും പോകുന്ന വഴിക്ക് 3-4 ഡെക്കറേഷൻസും കൂടെ കണ്ടു. അവിടെ ഒന്നും ഇറങ്ങിയില്ല, ആകെ ഇറങ്ങിയത് അവിടെ മാത്രം കേട്ടോ. ആ ഇറങ്ങിയ സ്ഥലത്തിലെ ബോയ്സിൻ്റെ പേര് ഞാൻ നോക്കി വെച്ചത് ടൊർണാഡോ ബോയ്സ് എന്നായിരുന്നു കേട്ടോ അവരുടെ പേര്. ബാക്കി ആരുടെയും നോക്കാൻ പറ്റില്ല, കാരണം ഇറങ്ങിയില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ അവിടെ നേരെ വന്നത് കടവൂർ പള്ളിയിലേക്കാട്ടോ. അവിടെ റോഡിലൂടെ വരുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് ആ പള്ളി കാണാൻ. കാര്യം നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, നല്ല ഭംഗിയായിരുന്നു കാണാൻ. അങ്ങനെ നമ്മൾ ഇറങ്ങിയിട്ട് നേരെ പോയത് പുണ്യാളൻ്റെ അടുത്താട്ടോ. പുണ്യാളൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചതിന് ശേഷം അവിടെ ഒരു ചെറിയ സ്റ്റേജ് പോലെ ഇങ്ങനെ ഇരിക്കാനായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ആദ്യക്കുട്ടിനെ ഇരുത്തി കേട്ടോ. ആദ്യക്കുട്ടിനാണ് അവിടെ ഇരുത്തിയപ്പോൾ ഭയങ്കര സന്തോഷം. പിന്നെ നമ്മൾ വിളിച്ചിട്ട് വരുന്നുണ്ടായിരുന്നില്ല.
നമ്മൾ നേരത്തെ ഇറങ്ങിയെടുത്തൊരു സാന്റാക്ലോസിനെ കണ്ടില്ല, ഇങ്ങനെ ആടുന്ന സാന്റാക്ലോസ്, അതിൻ്റെ കൂടെ നിന്ന് ഫോട്ടോസും വീഡിയോസും എടുക്കാൻ എന്ത് തിരക്കായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഈ സാന്റാക്ലോസിൻ്റെ അടുത്ത് ആരുമില്ല. അങ്ങനെ എൻ്റെ ആദ്യക്കുട്ടനെ നിർത്തി ഒരു ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ ക്രിസ്മസ് ട്രീയുടെ അടുത്തോട്ട് പോയി. അവിടെയാണെങ്കിൽ ഭയങ്കര തിരക്ക്, എല്ലാവർക്കും ഈ ക്രിസ്മസ് ട്രീ മതി. അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് വീഡിയോ എടുക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, ഭയങ്കര തിരക്ക്. അങ്ങനെ ഞങ്ങളത് പിന്നെ ആവട്ടെ എഴുതി എൻ്റെ കണ്ണ് നേരെ പോയത് പുൽക്കൂടിലോട്ടാട്ടോ. ഞാൻ എവിടെ പോയാലും പുൽക്കൂട് തപ്പി പോകുന്നൊരു ടീമാണ്. അങ്ങനെ ഞങ്ങൾ നേരെ പുൽക്കൂടിൻ്റെ അടുത്തേക്ക് വന്നു. പുൽക്കൂടിൻ്റെ അടുത്ത് ചെന്നുടനെ ഞാൻ കണ്ടത് ഈ രൂപമായിരുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മറ്റു രൂപങ്ങളൊക്കെ കൊള്ളായിരുന്നു, നല്ല ഭംഗിയായിട്ട് തന്നെ അവരും ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം വലിയ പുൽക്കൂടായിരുന്നു അവിടുത്തെ. അങ്ങനെ അവിടെയും കുറേ സമയം സ്പെൻഡ് ചെയ്തു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ആ പള്ളിയിൽ എന്ത് വേണ്ടി ആളാണ്. അപ്പം ഞാൻ ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു, ക്രിസ്മസ് ആയിട്ട് മറ്റ് സ്ഥലങ്ങളിൽ പോവാതെ ഈ പള്ളിയുടെ ഫ്രണ്ടിലും ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്ത് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഈ ക്രിസ്മസ് ട്രീക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു കേട്ടോ. ഞാനത് അടുത്ത് ചെന്ന് ശ്രദ്ധിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത് അത് നമ്മുടെ പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ടുണ്ടാക്കിയ ക്രിസ്മസ് ട്രീ ആയിരുന്നു. നമ്മുടെ ഗ്രീൻ കളർ 7-അപ്പിൻ്റെയൊക്കെ ബോട്ടിലില്ലേ, അതുപോലെ ഗ്രീൻ ബോട്ടിൽസ് കളക്ട് ചെയ്തിട്ട് അവരുണ്ടാക്കിയ ക്രിസ്മസ് ട്രീ ആയിരുന്നു കേട്ടോ അത്. അങ്ങനെ ആദ്യക്കൂട്ടിന് അവിടെ കുറേ നേരം കളിച്ച് അവിടുത്തെ ലൈറ്റ്സൊക്കെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവൻ്റെ ഈ പ്രായത്തിൽ നമുക്ക് ഇവനെ കാണിച്ചു കൊടുക്കാൻ പറ്റുന്നത് കുറേ ലൈറ്റ്സും ഡെക്കറേഷൻസും ഒക്കെ ആണല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ അവിടുന്ന് ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് നേരെ പള്ളിയിലേക്ക് വന്നു കേട്ടോ. അവിടെയും നല്ല മനോഹരമായിട്ടായിരുന്നു കേട്ടോ എല്ലാം ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരുന്നത്. ഞാൻ നോക്കിയപ്പോൾ നമ്മൾ അവിടെ കണ്ടടക്കം ആടുന്നൊരു സാന്റാക്ലോസ് ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ പള്ളി എത്തിയപ്പോൾ ആദ്യക്കൂട്ടിനൊന്നും കാണാൻ പറ്റിയില്ല. അവൻ അവിടെ എത്തിയപ്പോഴത്തേനും ഉറങ്ങിപ്പോയി. ഇവിടെ എല്ലാ ഡെക്കറേഷൻസും കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് പോയി കഴിഞ്ഞിട്ടാണ് ആദ്യക്കുട്ട ഉണർന്നത് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ ആദ്യക്കുട്ട ഉണർന്നോ എന്ന് പോയി നോക്കുന്നുണ്ടായിരുന്നു. അവൻ ഇതൊക്കെ കാണിക്കാനായിരുന്നു. ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ നേരെ വന്നത് പുൽക്കൂടിലേക്കാട്ടോ. സത്യം പറയാമല്ലോ, ഇത്രയും പുൽക്കൂട് കണ്ടു വന്നിട്ടും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഉണ്ണീശോയുടെ രൂപമാട്ടോ. എല്ലാ പുൽക്കൂട്ടിലെ ഉണ്ണീശോയെക്കാളും എന്താണെന്നറിയത്തില്ല, എനിക്ക് ഈ രൂപം കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അതൊക്കെ കുറച്ച് നേരം നോക്കി നിന്നു. അങ്ങനെ ഇതാണ് നമ്മുടെ കൈട്ടീശോയുടെ അവിടുത്തെ രൂപം. അങ്ങനെ അതൊക്കെ കണ്ടതിന് ശേഷം ഞാൻ നേരെ പോയത് ആ സാന്റാക്ലോസിൻ്റെ അടുത്തേക്കായിരുന്നു. പക്ഷെ അവിടുത്തെ പോലെ അല്ല കേട്ടോ. ഇതിൻ്റെ അടുത്ത് പോയി നിൽക്കാനോ ഫോട്ടോ എടുക്കാനോ ഒന്നും നമുക്ക് പറ്റത്തില്ല. കാരണം അതിന് വേലി കെട്ടി തിരിച്ചിട്ട് അതിൻ്റെ അകത്താണ് ആ സാന്റയെ നിർത്തിയേക്കുന്നത്. എനിക്കൊന്ന് ഡാമേജ് ആവാതിരിക്കാൻ വേണ്ടി അവർ ചെയ്ത ഐഡിയ ആയിരിക്കും. എന്തായാലും കൊള്ളാം. അതിനുശേഷം ഞാൻ ശ്രദ്ധിക്കാതെ പോയ സംഭവമുണ്ട്. 2 ട്രീ ഞാൻ കാണുന്നുണ്ട്, ഇടയ്ക്ക് ആദ്യക്കുട്ടിനെ നോക്കുന്നുണ്ട്. പക്ഷെ ശ്രദ്ധിച്ച് നോക്കിയപ്പോഴാണ് കണ്ടത് ഒരു കൊച്ചുകുട്ടി ഒരു സാന്റാക്ലോസിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. അത് തീരെ ചെറിയ സാന്റാക്ലോസ്. അപ്പം ഞാൻ വിചാരിച്ചിട്ട് അയ്യോ ആദ്യക്കുട്ടൻ ഉണർന്നിരുന്നെങ്കിൽ ഇതൊന്നും കാണിക്കാറുണ്ട്. പക്ഷെ അവൻ ഉണർന്നതേ ഇല്ല. ഞാൻ പോകുന്ന വരാൻ ഉണരുമെന്ന് വിചാരിച്ചു. ഉറങ്ങിക്കിടക്കുന്ന കൊച്ചിനെ ഞാൻ വിളിക്കത്തില്ല കേട്ടോ. എന്താണെന്ന് എനിക്കറിയത്തില്ല, ഉറങ്ങിക്കിടക്കുന്ന കൊച്ചിനെ വിളിക്കാൻ എനിക്കിഷ്ടമില്ല. അങ്ങനെ അവിടുത്തെ മറ്റ് ഡെക്കറേഷൻസൊക്കെ കണ്ടിട്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ചിന്നക്കട റൗണ്ട് വഴി ബിഷപ്പ് ജെറോം നഗറിലേക്കാട്ടോ പോയത്. ചിന്നക്കട റൗണ്ടിലും നമ്മൾ ലൈറ്റൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും ഒരു റൗണ്ട് കറങ്ങി അതൊക്കെ ഒന്ന് കണ്ടിട്ട് നേരെ ബിഷപ്പ് ജെറോം നഗറിലേക്ക് പോയി. ബിഷപ്പ് ജെറോം നഗറിലെ എല്ലാ കൊല്ലവും നമുക്ക് എന്തെങ്കിലും ഡെക്കറേഷൻസ് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇത്തവണ എന്തെങ്കിലും കാണുമെന്ന് പോയതാണ്. പക്ഷേ അവിടെ ഡെക്കറേഷൻസ് ആയിട്ട് ഒന്നുമില്ലായിരുന്നു. എല്ലാ ബിൽഡിങ്സിലും അവർ ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതല്ലാതെ ക്രിസ്മസ് ഡെക്കോർ എന്ന് പറയാനായിട്ട് അങ്ങനെ ഒന്നും അവർ സെറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കാറിൽ നിന്ന് ഇറങ്ങാൻ തോന്നിയില്ല. ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ട് അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി. അങ്ങനെ അവിടുന്ന് നേരെ ഞങ്ങൾ പോയത് ഒരു ഫ്രൂട്ട്സ് കടയിലേക്കാട്ടോ. ആദ്യക്കൂട്ടിന് കുറച്ച് ഓറഞ്ചും മാതളും ഒക്കെ മേടിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഫ്രൂട്ട്സ് കടയിൽ കൊണ്ട് നിർത്തി ഫ്രൂട്ട്സൊക്കെ മേടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പം ഉണരുന്നു എൻ്റെ മോൻ. അപ്പോഴാണ് ആദ്യക്കൂട്ടിന് സത്യം പറഞ്ഞാൽ ഉണരുന്നത്. ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ട് നേരെ ബീച്ചിലോട്ടാണ് പോയത്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ കുറച്ച് വെള്ളം എടുക്കും കേട്ടോ ബോട്ടിൽ ലെവന്. ഞാൻ ബോട്ടിൽ ലെവൻ അങ്ങനെ ഒന്നും കൊടുക്കാറില്ല. അത്യാവശ്യം ഇതേപോലെ പുറത്തോട്ട് പോകുമ്പോൾ ബോട്ടിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് വെള്ളം മാത്രമാണ് അവന് ഞാൻ ബോട്ടിൽ കൊടുക്കാറുള്ളത്. വീട്ടിലാണെങ്കിൽ ബോട്ടിലൊന്നും അല്ലാതെ ഞാൻ കൊടുക്കുന്നത്. അങ്ങനെ അവന് കളിപ്പാട്ടമൊക്കെ വാങ്ങി ഒരു ചെറിയൊരു കോഴിക്കുഞ്ഞ്. അതിങ്ങനെ ഞെക്കുമ്പോൾ ലൈറ്റ് കത്തും കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ ആദ്യക്കുട്ടിന് ഇഷ്ടമായി. അങ്ങനെ അവൻ അത് വാങ്ങിക്കൊടുത്തു. അവിടെ നിന്ന് നേരെ ബീച്ചിലോട്ട് ഇറങ്ങി. അത്യാവശ്യം തിരക്ക് കുറഞ്ഞ സ്ഥലം നോക്കിയിട്ടാണ് ഞങ്ങൾ ബീച്ചിൽ ഇറങ്ങിയത്. എന്നിട്ട് തന്നെ അവിടെ തിരക്ക്. ബാക്കി സ്ഥലങ്ങളിലേക്ക് ഇതിനേക്കാളും തിരക്കാട്ടോ. അടുത്തടുത്തൊക്കെയാണ് ആളുകൾ ഇരിക്കുന്നത്. എന്നിട്ടും തിരക്കുണ്ടായിരുന്നു. നമ്മൾ ഇത്രയും ലേറ്റായിട്ട് ബീച്ചിൽ വന്നിട്ട് പോലും ആളുകളുടെ തിരക്കിന് കുറവൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരിക്കാനൊന്നും നിന്നില്ല. ഞങ്ങൾ നേരെ നടന്ന് ബീച്ചിലൊരു പുതിയ സംഭവം തുടങ്ങിയിട്ടുണ്ട്, ബട്ട ഗുൽഗണ്ട് എന്നും പറഞ്ഞൊരു ഐറ്റം. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാൻ ഇടയ്ക്കൊക്കെ ഇവിടെ വരുമ്പോൾ ഇപ്പോൾ അത് ട്രൈ ചെയ്യാറുണ്ട്. അങ്ങനെ ഒരെണ്ണം ഞാനത് വാങ്ങി കഴിച്ചു. സോബിൻ എൻ്റെ കയ്യിൽ നിന്ന് ഷെയർ ചെയ്ത് കഴിക്കുന്നല്ലാതെ അങ്ങനെ ഒരെണ്ണം ഫുള്ളായിട്ട് വാങ്ങി കഴിക്കത്തില്ല. അങ്ങനെ ഞാനും അത് വാങ്ങി കഴിച്ചു. പിന്നെ 2 പെൺപിള്ളേർ വീട്ടിലുണ്ടാക്കുന്ന ഡ്രീം കേക്ക് കേട്ടോ, ഹോം മെയ്ഡ് ഡ്രീം കേക്ക്സ് വിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവരുടെ നിന്ന് ഒരു പിസ്താഷ്യോ ഡ്രീം കേക്കും കൂടെ വാങ്ങി കഴിച്ചിട്ട് നേരെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോൾ സമയം 11:45 കേട്ടോ. 11:45 വന്ന് ഞാൻ ആ ഡ്രീം കേക്കും കൂടെ കഴിച്ച് ആ ഡ്രസ്സ് ഊരിക്കളഞ്ഞപ്പോൾ എൻ്റെ മോന് ഭയങ്കര ആശ്വാസമായി. അങ്ങനെ 12 മണിയായി രാത്രി ഞങ്ങൾ കിടന്നുറങ്ങിയപ്പോൾ. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ആദ്യക്കുട്ടൻ്റെ ഫസ്റ്റ് ക്രിസ്മസ്. എങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ പറയണേ. അപ്പോൾ ഓക്കെ, ബൈ ടാറ്റാ.